back to my channel. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ലെസൺ ആണ്. സോ അതിൽ നമ്മൾ എവിടെ വരെ എത്തി? പല റെവല്യൂഷൻസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മൂവ്മെന്റ്സ്, നോൺ കോർപ്പറേഷനും സിവിൽ ഡിസൊബീഡിയൻസും 1920s മുതലുള്ള സ്റ്റോറീസ് ആണ് പറയാൻ പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ഇതാണ് എന്ത്, ദി ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ. സോ അപ്പോൾ അത് ഒരു ഇത്തിരി ലെങ്തി ആണ്. സോ എല്ലാവരും വീഡിയോ തീർന്നവരെ ക്ഷമിച്ച് കണ്ടിരിക്കുക, കാരണം ഇതിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കണം. ഓക്കെ, ഇൻ ദ ഇയർ ആഫ്റ്റർ 1919, സോ നമ്മൾ 1919 മുതലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. After 1919, we see things national movement spreading to new areas, incorporating new social groups and developing new models of struggle. അപ്പോൾ 1919 ശേഷം നാഷണലിസം എല്ലാം പുതിയ പുതിയ ഏരിയാസിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പുതിയ സോഷ്യൽ ഗ്രൂപ്പുകൾ വരാൻ തുടങ്ങി. അതുപോലെ പല രീതിയിലുള്ള സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിന് മുന്നേ എന്ത് തുടങ്ങിയിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ഓൾറെഡി ഇന്ത്യയിൽ വന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം 1919 മുതലാണ് ഇങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, the war created new economic and political situation. It led to a huge increase in the defense expenditure, in which it was financed by war loans and increased taxes. Custom duties were raised and income tax was introduced. Through the war year, prices increased, doubling between 1913 and 1918, leading an extreme hardship for the common people. Villages were called up to supply soldiers, and forced recruitment in rural areas causes widespread anger. Then in 1918 to 1919 and 1920 to 1921, crop failed in many parts of India, resulting in acute shortage of food. This was accompanied by an influenza epidemic. According to the census of 1921, 12 to 13 million people were perished as a result of famine and epidemic. People hoped that their hardship would end after the war was over, but did not happen. As they struggled, a new leader appeared and the struggle a new mode of struggle. So നമ്മളിപ്പോൾ 1919 കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു വാറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഫസ്റ്റ് വാർ ഏതാണ്? ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുമ്പോൾ അവിടെ എന്താ, ഒരു പുതിയ എക്കോണമിയും പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ അവിടെ ഉണ്ടായി വരികയാണ്. അവിടെ എന്താണ് ആ പുതിയ എക്കോണമിക് സിസ്റ്റം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എക്കോണമിക് സിസ്റ്റം എന്താണ്? എക്കോണമിക് സിസ്റ്റം ഹ്യൂജ് ഇൻക്രീസ് ഓഫ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസയുടെ എമൗണ്ട് കൂടി. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, വിച്ച് വാസ് ഫിനാൻസ്ഡ് ബൈ വാർ ലോൺസ് ആൻഡ് ഇൻക്രീസിങ് ടാക്സസ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തത് എങ്ങനെയാണ്? വാറിന് ലോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാക്സസ് ഉണ്ടായിരുന്നു. ടാക്സസ് എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അവിടെ ടാക്സ് ഇൻക്രീസ് ചെയ്തെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ടാക്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്? കസ്റ്റം ഡ്യൂട്ടീസ് കൂട്ടി ആൻഡ് ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്. ഇൻകം ടാക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്ത്? 1913 to 1918 ആയപ്പോൾ ഡബിൾ ആയിട്ട് മാറി. ഭയങ്കര എല്ലാത്തിനും ഭയങ്കര പൈസയായി. അപ്പോൾ വില്ലേജസ് കോൾഡ് അപ്പ് ടു സപ്ലൈ സോൾജേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ വില്ലേജേഴ്സിനോട് വാറിന് വേണ്ടിയിട്ട് ആളുകളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് സപ്ലൈ ചെയ്യാൻ പറഞ്ഞു? സോൾജിയേഴ്സിന് വാറിലോട്ട് സപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ വാറിലോട്ട് സോൾജിയേഴ്സിനെ സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ്ഡ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും അവർ ഉന്തിയും തള്ളിയുമാണ് ഇതിന് വേണ്ടിയിട്ട് വിടുന്നത്. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഭയങ്കര രോക്ഷാകുലരായിട്ട് അവർ മാറി. ഈ 1918 and 1920 ഒരു ക്രോപ്പ് ഫെയിലിയർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നു. അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ഷോർട്ടേജ് കൂടി. ഇത് കൂടാതെ അവിടെ ഒരു എപ്പിഡമിക്, എന്തോ ഒരു മാരകമായിട്ടുള്ളൊരു വൈറസ് ഒക്കെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച സമയമായിരുന്നു. കാരണം എന്താണ്? ഫുഡിന് ഷോർട്ടേജ്, ഇങ്ങനെ എപ്പിഡമിക്, അങ്ങനെ എന്താ, പീപ്പിൾ പെറിഷ് ആസ് എ റിസൾട്ട് ഓഫ് കുറേ ആളുകൾ. നമ്മുടെ സെൻസസ് ഓഫ് 1921 പറയുന്നത് 12 to 13 million പീപ്പിൾ ഡിസപ്പിയേർഡ് ആയിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? ഫാമിനും ഈ എപ്പിഡമിക് ഒക്കെ കാരണം. പീപ്പിൾ ഹോപ്ഡ് ഇവരുടെ ഈ ഒരു ദുരന്തം എപ്പോഴെങ്കിലുമൊക്കെ മാറും. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പക്ഷേ വാർ കഴിയുമ്പോൾ, മീൻസ് ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോഴെങ്കിലും ഇവരുടെ ഈ ദുരന്തങ്ങളൊക്കെ മാറുമെന്ന് അവർ വിചാരിച്ചു. ബട്ട് എന്ത് പറ്റിയില്ല? അതൊന്നും മാറാൻ പോയില്ല. ഓക്കെ,
ആ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു പുതിയ ലീഡർ അപ്പിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ആരാണ് നമ്മുടെ ആ ലീഡർ എന്ന്? യെസ്, നമ്മൾ മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പോൾ നമ്മൾ 1.1 എന്ന് പറയുന്നൊരു പാർട്ടിലോട്ടാണ് എത്തിയിരിക്കുന്നത്, ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മെയിൻ ഐഡിയ ആയിരുന്നു സത്യാഗ്രഹ എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ ഈ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ആ വാർ ക്രിയേറ്റഡ് ന്യൂ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഹ്യൂജ് ഡിഫൻഡ് എക്സ്പെൻഡിച്ചർ, പിന്നെന്താ ഇൻക്രീസ് ലോ, കസ്റ്റം ഡ്യൂട്ടീസ് വർ റൈസ്, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ്ഡ്, അതുപോലെ തന്നെ എന്താ പ്രൈസസ് ഇൻക്രീസ് ബൈ ഡബിളിങ്, പിന്നെന്താ ഫോഴ്സ്ഡ് റിക്രൂട്ട്മെന്റ്, വില്ലേജസിന് എന്തെങ്കിലും കൊണ്ടുപോയി സപ്ലൈ ആർമി സോൾജേഴ്സ്, പിന്നെ വൈഡ് സ്പ്രെഡ് ആങ്കർ ക്രിയേറ്റ് ചെയ്തു, ക്രോപ്പ് ഫെയിലിയർ തുറന്നു, ഫുഡിന് ഷോർട്ടേജ്, ഇൻഫ്ലുവൻസ എപ്പിഡമിക്, അത് കാരണം ഇത്രയും ആളുകൾ ഫാമിനും എപ്പിഡമിക്കും കാരണം മരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരാഗ്രാഫ് ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർ പാരാഗ്രാഫാണ്, മീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ ഒരു ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഐഡിയ ഓഫ് സത്യാഗ്രഹ. Mahatma Gandhi returned to India in January 1915. As you know, he came from South Africa, where he had a successful fought the racist regime with a novel method of mass education, which he called Satyagraha. The idea of Satyagraha emphasized the power of truth and the need to search for the truth. It suggested that if the cause was true and struggle was against injustice, then the physical force is not necessary to fight the opposite. Without seeking vengeance or being aggressive, Satyagrahis could win the battle through non-violence, and this could be done by appealing to a conscience of opposite. People, including the opposers, had to pursue to see the truth instead of being forced to accept the truth through the use of violence. By this struggle, the truth was bounded to ultimately triumph. Mahatma Gandhi believed that this dharma of non-violence would unite all Indians. Mahatma Gandhiയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മഹാത്മാ ഗാന്ധി എവിടെ നിന്ന് വന്നു? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്തു. ജാനുവരി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു. ഓക്കെ, ഇന്ത്യയിലോട്ട്. ഓക്കെ, ഇനി അവിടെ മഹാത്മാഗാന്ധി റേസിസം മീൻസ് കളർ ബേസ് ചെയ്തിട്ടുള്ള വർഗീയതക്കെതിരെ അവിടെ മാസ് എജിറ്റേഷൻ, അവിടെയും എന്ത് സത്യാഗ്രഹം കൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി ജയിച്ചത്. അപ്പൊ ഇന്ത്യയിലും സത്യാഗ്രഹ വർക്ക് ചെയ്യുമെന്നാണ് മഹാത്മാഗാന്ധി വിചാരിച്ചത്. അപ്പൊ സത്യാഗ്രഹ, ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ എംഫസൈസ്. അപ്പൊ എന്താണ് സത്യാഗ്രഹ എന്ന് വെച്ചാൽ പവർ ഓഫ് ട്രൂത്ത് ആൻഡ് നീഡ് ടു സെർച്ച് ഫോർ ദ ട്രൂത്ത്. അപ്പൊ സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക, അതാണ് എന്ത്, അല്ലെങ്കിൽ സത്യത്തിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് ഇഫ് ദ കോസ് വാസ് ട്രൂ, മീൻസ് നമ്മുടെ കാരണം നല്ലതിനുള്ളതാണെങ്കിൽ, സത്യമാണെങ്കിൽ, ആൻഡ് ദ സ്ട്രഗിൾ വാസ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്, ഇൻജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യുദ്ധമെങ്കിൽ, നമുക്ക് ഒരു ഫിസിക്കൽ ഫോഴ്സിൻ്റെയും ആവശ്യം വേണ്ട ഓപ്പോസിറ്റിനെ നേരിടാൻ. നമുക്ക് നോൺ വയലന്റ് മെത്തേഡ്സ് വെച്ചിട്ട് സത്യാഗ്രഹിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ കൂടുതൽ അഗ്രസീവ് ആവാതെ ഒരു സത്യാഗ്രഹിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ വയലന്റ് ആവാതെയൊക്കെ ഈ ബാറ്റിൽ വിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് കുഡ് ബി ഡൺ ബൈ അപ്പീലിംഗ് ദ കൺസൈസ് ഓഫ് ദ ഓപ്പോസിറ്റ്. അപ്പോൾ ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ഓക്കെ അത് കറക്റ്റ് ആണ് എന്ന് പറയുന്നതിനേക്കാളും അയാൾ തന്നെ അയാളുടെ മനസ്സിൽ ചോദിച്ച് ഒപ്പോസറും എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇയാൾ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. പീപ്പിൾ ഇൻക്ലൂഡിങ് ദ ഒപ്പോസർ ഹാഡ് ടു പെർസ്യൂ ടു സീ ദ ട്രൂത്ത്. ഒപ്പോസേഴ്സ് എന്ത് ചെയ്യണം? എന്താണ് സത്യം എന്നുള്ളത് അവരും മനസ്സിലാക്കണം. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഫോഴ്സ്ഡ് ആയിട്ട് സത്യത്തിന് ഇതാക്കരുത്, മീൻസ് സത്യത്തിന് അടിച്ചമർത്തരുത് ഒരാളുടെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ധർമ്മ വഴി ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും യുണൈറ്റ് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെ? സത്യാഗ്രഹ വഴി ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും നമുക്ക് യുണൈറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചു. ഓക്കെ, after arriving in India, Mahatma Gandhi successfully organized the Satyagraha movements in various places. അപ്പോൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം മഹാത്മാഗാന്ധി പല സ്ഥലങ്ങളിലായിട്ട് സത്യാഗ്രഹ മൂവ്മെന്റ്സ് നടന്നു. ഫസ്റ്റ് 1917 ചമ്പാരനിൽ, ബീഹാറിൽ. അവിടുത്തെ പ്രോബ്ലം എന്താണ്? പെസൻസിന്, സ്ട്രഗിൾസിന്, ഒപ്രസീവ് പ്ലാന്റേഷൻ വർക്കേഴ്സിനെതിരെ സമരം ചെയ്യാനാണ്
മഹാത്മാഗാന്ധി പോയിട്ട് സത്യാഗ്രഹ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 1917 ആണോ എന്നൊരു ഡൗട്ടിൽ, ചില ടെക്സ്റ്റ് ബുക്കിൽ 17 16 ആണ്. ഈ ഓർഗനൈസ് സത്യാഗ്രഹ ടു സപ്ലൈ പെസൻസ് ഫോർ ഗേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. അപ്പോൾ ഗേദയിലുള്ള പെസൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പോയിരുന്നു. എഫക്ട് ബൈ ദ ക്രോപ്പ് ഫെയിലിയർ ആൻഡ് ഫ്ലാഗ് എപ്പിഡമിക് ദ പെസൻസ് ഓഫ് ഗേദ കുഡ് നോട്ട് പേ ദ. അവിടുത്തെ പ്രശ്നം എന്താണ്? ഈ എപ്പിഡമിക്കും ക്രോപ്പ് ഫെയിലിയറും ഒക്കെ വന്നപ്പോൾ അവർക്ക് പൈസ ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പറ്റാതെ. അപ്പോൾ അതാണ്, അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് മഹാത്മാഗാന്ധി. ഇൻ 1918 മഹാത്മാഗാന്ധി അവിടെ പോയി? അഹമ്മദാബാദിൽ പോയി. അഹമ്മദാബാദിൽ സത്യാഗ്രഹ മൂവ്മെന്റ് എബൌട്ട് കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ റൗളത്ത് ആക്ട്. റൗളത്ത് ആക്ട് emboldened with this success, ഗാന്ധിജി 1919, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മൂവ്മെന്റ്സും സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഗാന്ധിജി 1919 ലോഞ്ച് ഡേ നേഷൻ വൈഡ് സത്യാഗ്രഹം, ഒരു രാജ്യമെമ്പാടുമുള്ളൊരു സത്യാഗ്രഹ പ്ലാൻ ചെയ്തു. എഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ ഓഫ് റൗളത്ത് ആക്ട്. റൗളത്ത് ആക്ടിന് എതിരെ. അപ്പോൾ എന്താണ് റൗളത്ത് ആക്ട് എന്ന് പഠിക്കണം. അപ്പോൾ അതാണ് ഈ പറയാൻ പോകുന്നത്. ദിസ് ആക്ട് ഹാവ് ബീൻ hurried passed through the Imperial Legislative Council despite united opposition of the Indian members. It gave the government enormous power to repress and allowed the detention of political prisoners without a trial for years. അപ്പോൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ ഒരു ട്രയലും കൂടാതെ തന്നെ ജയിലിൽ അയക്കാം എന്നുള്ളതാണ് റൗളത്ത് ആക്ടിന്റെ ഉത്തരവ് പ്രകാരം. ആർക്ക്? ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത് ബ്രിട്ടീഷിന്റെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അപ്പോൾ മഹാത്മാഗാന്ധി വാണ്ടഡ് നോൺ വയലൻസ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ മഹാത്മാഗാന്ധി ഇത് ചെയ്ത് നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് നടത്താമെന്ന് തീരുമാനിച്ചു. സച്ച് അൺജസ്റ്റ് ലോ വിച്ച് വുഡ് സ്റ്റാർട്ട് വിത്ത് ഹർത്താൽ ബൈ. അപ്പോൾ അതിനായിട്ട് ഹർത്താൽ സ്റ്റാർട്ട് ചെയ്തു April 6. Okay. Rallies were organized in various cities and workers went on a strike. Railway shops closed down. Alarmed by the popular supplies and scared the lining of communication, such as railways and telegraphs would be destroyed. The British administration decided to calm down on nationalists. The local leaders were picked up from Amritsar and Mahatma Gandhi was barred from entering into Delhi. On April 10, the police of Amritsar fired upon the prisoners and providing widespread attack on the banks of the post office and the railway station. A martial law was imposed and General Dyer took command. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിനായിട്ട് റൗളത്ത് ആക്ടിനെതിരായിട്ട് പല സ്ഥലങ്ങളിലും റാലീസും സ്ട്രൈക്കുകളും ഒക്കെ നടന്നു. ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെ നടന്നു. അലാറം പോപ്പുലർ സപ്രസ്ഡ് സാക്രിഫൈസ് ദ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാരുടെ കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ, ടെലിഗ്രാഫ് ഇതെല്ലാം നഷ്ടമായി. അപ്പോൾ എന്ത് ചെയ്ത്? ലോക്കൽ ലീഡേഴ്സിന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അമൃത്സറിൽ നിന്നും ഒക്കെ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിനെ ഡൽഹിയിൽ പ്രവേശിക്കരുത് എന്നുള്ളൊരു വിലക്ക് വന്നു. അതുപോലെ തന്നെ April 10 പോലീസ് എന്ത് ചെയ്തു? അമൃത്സറിൽ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് മീതെ ജനറൽ ഡയർ എന്ത് ചെയ്തു? മാർഷ്യൽ ലോ മീൻസ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു. ഓക്കെ, അങ്ങനെ ആ April 13 ദ ഇൻഫേമസ് ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് took place. On 13th April, the infamous Jallianwala Bagh incident took place. On the day, large crowd gathered in the closed ground of Jallianwala Bagh. Some came to protest against the government's new repressive measures. Others had came to attend the annual Baishagi festival. Besides, from outside the country, many villagers were unaware of the martial law that has been imposed. Dyer entered the area, blocked the exit point, and opened fire on the crowd, killing hundreds. His object, he has declared later, was to produce a moral effect to create in the minds of Satyagrahis a feeling of terror and awe. Okay, but Jallianwala Bagh നടന്നത് 13th ഏപ്രിലാണ് ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് നടന്നത്. അതിന് എന്താണ് ആ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, കുറെ ആളുകൾ ജാലിയൻവാല ബാഗ് എന്നൊരു സ്ഥലത്ത് ഗ്യാദർ ചെയ്ത് നിന്നിരുന്നു. ബട്ട് ഗവൺമെന്റ് ഒരു ജനറൽ ഡയർ എന്താണ് ഇങ്ങനെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് ചെന്നിട്ട് അവരുടെ എക്സിറ്റുകളൊക്കെ ലോക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ മേലോട്ട് ഫയർ ചെയ്തു. ഈ ഫയർ ചെയ്തത് ഹൺഡ്രഡ്സ് ഓഫ് സിറ്റിസനെ കിൽ ചെയ്തു. ഇവര് കുറെ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? കുറെ ആളുകൾ ഈ ഗവൺമെന്റിന്റെ പുതിയ നയങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറെ പാവങ്ങളായ ആളുകൾ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാനും. ബട്ട് ജനറൽ ഡയറിന്റെ പുതിയ ലോനെ പറ്റി ആരും അറിഞ്ഞിരുന്നില്ല. ഓക്കെ, അപ്പൊ ജനറൽ ഡയർ അതിന് ശേഷം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എല്ലാ ആളുകളുടെ ഇടയിൽ ഒരു ഫീലിംഗ് ഓഫ് ടെററും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, as the news of Jallianwala Bagh spread, the crowds took to the streets in many
in many North Indian towns. There were strikes, clashes with police, and attacks on the government buildings. പോലീസിനും ഗവൺമെന്റ് ബിൽഡിംഗ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്തു, സ്ട്രൈക്കുകൾ നടന്നു. ഗവൺമെന്റ് റെസ്പോണ്ടഡ് വിത്ത് ബ്രൂട്ടൽ റിപ്രഷൻ, സീക്കിംഗ് ടു ഹ്യൂമിലിയേറ്റ് ആൻഡ് ടെററൈസ് പീപ്പിൾ. സത്യാഗ്രഹീസ് വർ ഫോഴ്സ് ടു റബ് ദെയർ നോസ് ഓൺ ദ ഗ്രൗണ്ട്സ്. അപ്പോൾ ഭയങ്കര സത്യാഗ്രഹീസിന് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ക്രൗൾ ഓൺ ദ സ്ട്രീറ്റിൽ കിടന്ന് ഉള്ളിൽ, അതുപോലെ തന്നെ മൂക്ക് ഗ്രൗണ്ടിൽ പിടിച്ച് ഉരക്കുക. ഡു സലാം, സല്യൂട്ട് ടു ഓൾ ദ സാഹിബ് മീൻസ് ഓൾ ദ ബ്രിട്ടീഷ് പീപ്പിൾ. പീപ്പിൾസ് വർ ബോംബ്ഡ്, കുറെ ഫോർജ്ഡ് ആൻഡ് വില്ലേജസ് വർ ബോംബ്ഡ്, കുറെ ആളുകളെ കൊല്ലുകയും അതുപോലെ തന്നെ വില്ലേജസിലൊക്കെ ബോംബ് ഇടുകയും ചെയ്തിട്ടുണ്ട്. സീയിങ് വയലൻസ് സ്പ്രെഡ്, മഹാത്മാഗാന്ധി കോൾഡ് ഓഫ് ദ മൂവ്മെന്റ്. അങ്ങനെ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്തു, മഹാത്മാഗാന്ധി കോൾഡ് ഓഫ് ചെയ്തു. കാരണം ഇത്രയും ബ്രിട്ടീഷുകാരും ആളുകളുടെ നേരെ ഇത്രയും ക്രൂരമായ പ്രവർത്തികളൊക്കെ ചെയ്യണ കണ്ടപ്പോൾ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഈ മൂവ്മെന്റ് കോൾഡ് ഓഫ് ചെയ്തു. ഓക്കെ. While Rowlatt Satyagraha had been widespread movement, it was not still limited mostly to cities and towns. Mahatma Gandhi now felt the need to launch a more broad-based mass movement, but he was certain no such movements could organize without bringing Hindus and Muslims closer. അപ്പോൾ ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് ഇന്ത്യയിൽ നടത്തണമെങ്കിൽ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവരണം. ബട്ട് ഇപ്പോൾ അവർ ഒറ്റക്കെട്ടില്ല. ദ വൺ വേ ഓഫ് ഡൂയിങ് ദിസ് ഹി ഫെൽറ്റ് വാസ് ടേക്കിംഗ് അപ്പ് ദ ഖിലാഫത്ത് ഇഷ്യൂ. അപ്പോൾ ഖിലാഫത്ത് ഇഷ്യൂ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഒന്നാവും. The First World War had ended, the defeat of Ottoman Turkey, and there were rumors harsh peace treaty was going to impose on Ottoman Emperor. The spiritual head of Islamic world, Islamic world ന്റെ ഒരു സ്പിരിച്വൽ ഹെഡാണ് ഖലീഫ. Who defeated Khalifa's temporal power, a Khilafat committee was formed. അപ്പോൾ ഖിലാഫത്ത് തന്നെ ആ പവർ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു എന്നുള്ളൊരു പേരിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തു ബോംബെയിൽ in March 1990. A young generation of Muslim leaders like Muhammad Ali and Shaukat Ali began discussing with Mahatma Gandhi about the possibility of unity mass actions on the issue. അപ്പോൾ ഇതിനെപ്പറ്റി ആ ഇഷ്യൂവിനെ പറ്റിയൊക്കെ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചർച്ച ചെയ്തു ഗാന്ധിജിയുടെ. ഗാന്ധിജി സോ ദിസ് വാസ് an opportunity to bring Muslims under the umbrella of unified national movement. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ടൈം എല്ലാ മുസ്ലിംസിനെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റിയത്. ഓക്കെ. അറ്റ് കൽക്കട്ട സെഷൻ of Congress in September 1920, he conveyed that the leaders of need to start non-cooperation movement in support of Khilafat as well as for Swaraj. അപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഖിലാഫത്തിനും അതുപോലെ തന്നെ സ്വരാജിനും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള രൂപീകരണം ആക്കി. ഓക്കെ. ഇനി വൈ നോൺ കോർപ്പറേഷൻ, എന്തുകൊണ്ടാണ് നോൺ കോർപ്പറേഷൻ? ഇൻ ഹിസ് ഫേമസ് ബുക്ക് ഓഫ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്കിൽ മഹാത്മാഗാന്ധി ഡിക്ലെയർ ദാറ്റ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ദ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻസ്. അല്ലെ, ഇന്ത്യക്കാരുടെ കോർപ്പറേഷനോട് കൂടി തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് സർവൈവ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് കോർപ്പറേഷൻ ഇഫ് ഇന്ത്യൻസ് റെഫ്യൂസ് ടു കോർപ്പറേറ്റ്. അപ്പോൾ ഇത്രയും നാൾ ഇന്ത്യക്കാർ സർവൈവ് ചെയ്തത് തന്നെ ബ്രിട്ടീഷുകാരായിട്ട് ഇത്രയും സഹകരിച്ചത് കൊണ്ടാണ്. ഇനി നമ്മൾ ഇന്ത്യക്കാർ സഹകരിക്കാതിരുന്ന ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വുഡ് കൊളാപ്സ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള റൂൾസ് ഒക്കെ കൊളാപ്സ് ചെയ്യും വിത്തിൻ എ ഇയർ, ഒരു കൊല്ലത്തിനുള്ളിൽ. ആൻഡ് നമുക്ക് സ്വരാജ് തിരികെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതെ, ഇന്ത്യക്കാർ തന്നെ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൂള് തുടങ്ങിയത്. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാരാണ് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ പണ്ടത്തെ ഇന്ത്യൻ റൂളേഴ്സ് ഒക്കെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ടും ചെയ്തവരാണ് കൂടുതൽ പേരും. ഓക്കെ. ഇനി ഹൗ കുഡ് നോൺ കോർപ്പറേഷൻ ബിക്കം എ മൂവ്മെന്റ്? എങ്ങനെ നമുക്ക് നോൺ കോർപ്പറേഷൻ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാം? ഗാന്ധിജി പ്രപ്പോസ് ദ മൂവ്മെന്റ് ഷുഡ് ബി അൺഫോൾഡ് ഇൻ സ്റ്റേജ്. ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് സറണ്ടർ ഓഫ് ഓൾ ദ ടൈറ്റിൽസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സറണ്ടർ ദ ടൈറ്റിൽസ്, അതായത് ഗവൺമെന്റ് അവാർഡ്, ഗവൺമെന്റ് തന്ന ടൈറ്റിൽസ് മീൻസ് ഡോക്ടർ, സർ, അങ്ങനെ ഓരോ പൊസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജനറൽ എന്നൊക്കെ പറഞ്ഞ ഓരോ ടൈറ്റിൽസ് ഉണ്ട്, അതൊക്കെ തിരിച്ചു കൊടുക്കുക. ഓക്കെ. ബോയ്ക്കോട്ട് ദ സിവിൽ സർവീസസ്, സിവിൽ സർവീസിലുള്ളവരൊക്കെ നിർത്തുക. ആർമി, പോലീസ്, ഹൈക്കോർട്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്കൂൾസ്, ഫോറിൻ ഗുഡ്സ്, ഇതൊക്കെ നമ്മൾ യൂസേജ് നിർത്തുക. ഇവരൊക്കെ ഏതെങ്കിലും പൊസിഷനിലുണ്ടെങ്കിൽ ഇന്ത്യക്കാരൊന്നും ഇനി ജോലി ചെയ്യരുത്. ദെൻ ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് യൂസ് ദ റിപ്രഷൻ, എ ഫുൾ സിവിൽ ഡിസൊബീഡിയൻറ്റ് ക്യാമ്പയിൻ വുഡ് ബി ലോഞ്ച്. ഇങ്ങനെ എല്ലാം ചെയ്ത് നമുക്കൊരു ഫുള്ളി ഒരു സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്യാം. So, the summer in 1920, Mahatma Gandhi and Shaukat Ali toured extensively. ഇന്ത്യ മൊത്തം ടൂർ ചെയ്തു ആൻഡ് മൊബിലൈസ് പീപ്പിൾ സപ്പോർട്ട് ഫോർ ദ മൂവ്മെന്റ്. ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നേടിയെടുത്തു. മെനി വിത്തിൻ കോൺഗ്രസ് വർ ഹവർ കൺസേൺ അബൌട്ട് ദ പ്രപ്പോസൽ. അപ്പോൾ ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഇവരുടെ ടൈറ്റിൽസ്, സ്കൂൾസ്, എല്ലാത്തിൽ നിന്നുമാണ് നമ്മൾ പിന്തിരിഞ്ഞു വന്നത്. ദേ വർ റിലക്റ്റന്റ് ടു ബോയ്ക്കോട്ട് ദ കൗൺസിൽ ഇലക്ഷൻ. അപ്പോൾ അവർക്ക് കൗൺസിൽ ഇലക്ഷൻ വേണ്ടെന്ന് വെക്കാനും ആയില്ല. Scheduled for November 1920. They feared that the movement might
ലെഡ് ടു എ പോപ്പുലർ വയലൻസ്. ഈ ഒരു മൂവ്മെന്റ് നമ്മുടെ നോൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്സ് ഒരു വലിയ വയലൻസിലോട്ടാണ് എത്തുന്നതെന്ന് അവർക്ക് വേണ്ടിയിട്ടുണ്ടായത്. ഇൻ ദ മന്ത് ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ദർ വർ ആൻ ഇന്റൻസ് ടസൽ വിത്തിൻ ദ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കൗൺസിൽ ഓഫ് ഇലക്ഷൻ, ആ ഇലക്ഷന് വേണ്ടിയിട്ട്. For a while there seems no meeting point between the supporters and the opponents. കുറെ നാളത്തേക്ക് സപ്പോർട്ടേഴ്സും ഒപ്പോണേഴ്സും തമ്മിലൊന്നും മീറ്റിംഗ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഫൈനലി ദ കോൺഗ്രസ് സെഷൻ അറ്റ് നാഗ്പൂർ. ഇപ്പോൾ സെഷൻ നടക്കുന്നത് നാഗ്പൂർ ആണ്, ഡിസംബർ 1920. കോംപ്രമൈസ് വാസ് വർക്ക്ഡ് ഔട്ട് ആൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് അഡോപ്റ്റഡ്. അവിടെ വെച്ചിട്ട് എല്ലാവരും കോംപ്രമൈസ് ചെയ്യും. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നാഗ്പൂർ കോൺഗ്രസിന്റെ ഡിസംബർ 1920 സെഷനിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അഡോപ്റ്റ് ചെയ്തു. ഹൗ ഡിഡ് ദ മൂവ്മെന്റ് അൺഫോൾഡ്? ഹൂ പാർട്ടിസിപ്പേറ്റഡ്? ഹൗ ഡിഡ് ദ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ദ ഐഡിയ ഓഫ് നോൺ കോർപ്പറേഷൻ? അപ്പോൾ എങ്ങനെയാണ് പല സോഷ്യൽ ഗ്രൂപ്പുകൾ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമ്മൾ അടുത്ത മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ ഇവിടെ തീർന്നു. നമുക്ക് 1, 2, 3, 4 മൊഡ്യൂൾസ് ആണ് ഈ ലെസണിലുള്ളത്. നമ്മൾ ഓരോ വീക്കിലും ഓരോ മൊഡ്യൂൾസ് ആണ് കവർ ചെയ്യുന്നത്. സോ എല്ലാവരും ഓരോ മൊഡ്യൂൾസ് വീതം തന്നെ പഠിച്ചിട്ട് വരാം. ഓക്കെ.